കഴിഞ്ഞ വീഡിയോയിൽ അവസാനം അപ്ലിക്കേഷൻസ് പറഞ്ഞ സമയത്ത് വർക്ക് ഡൺ ഡിഫൈൻ ചെയ്തിരുന്നു. എഫ് ഒരു വെക്ടർ ഫീൽഡ്, അതേതോ ഒരു ബോഡിനെ along a curve C മൂവ് ചെയ്യിക്കുന്നു from the point A to B. Then the work done by the force F is equal to F integral F dot T ds. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് that is integral over the curve C F dot dr by dt എന്ന് പറഞ്ഞു. That is same as integral over C F dot dr. ഇനി ഈ curve equation R of t is equal to x of t into I plus y of t into j plus z of t into k ആണെങ്കിൽ where t varies from A to B ആണെങ്കിൽ dr by dt അല്ലെങ്കിൽ dr is dxi plus dyj plus dzk ആണ്. dr by dt ആണ്, dx by dt into I plus dy by dt into j plus dz by dt into k ആണ്. F is mi plus nj plus pk. That means m is a function of x, y and z. So m of x, y, z into I plus n of x, y, z into j plus n of p of x, y, z into k ആണെങ്കിൽ ഈ f dot dr എന്നുള്ളത് ഇന്റഗ്രൽ a to b m dx plus n dy plus p dz എന്ന് വരും. അപ്പോൾ നമ്മൾ കൂടുതലും ചെയ്തിട്ടുള്ളത് ഇത് ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ വർക്ക് ഡൺ ഇങ്ങനെയും പറയാം. അപ്പൊ ഇവിടെ ഈ ലെക്ചറിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത് ബിയിലോട്ട് ഒരു ഫോഴ്സ് ഒരു ബോഡിനെ മൂവ് ചെയ്യിക്കുന്ന സമയത്ത് അത് ഏത് പാത്തിലൂടെ മൂവ് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുമോ ഇല്ലയോ. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യില്ലെങ്കിൽ ഇന്റഗ്രലിന്റെ വാല്യൂ n പോയിന്റ്സിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ നമ്മൾ പറയും ആ ഫോഴ്സ് ഇസ് കൺസർവേറ്റീവ്. Or the integral f dot dr is path independent. अब ये lecture में मेरा discussion is all about conservative forces, conservative field and path independent integral. Okay, and the definition, let F be a field defined on an open region T, and suppose that for any 2 points in T, D le ഏത് രണ്ട് points എടുത്താലും the work done integral A to B F dot dr in moving from A to B. ഏതോ ഒരു ബോഡിനെ ഏത് ബിയിലോട്ട് മൂവ് ചെയ്യാൻ എടുക്കുന്ന വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് F is same for all paths from A to B. ഏത് ബിയിലോട്ടിലെ ഏത് പാത്ത് എടുത്തു കഴിഞ്ഞാലും ഈ വർക്ക് ഡണ്ണിന്റെ വാല്യൂ ഇന്റഗ്രൽ F dot dr സെയിം ആണെങ്കിൽ we say that integral A to B F dot dr is path independent. അപ്പോൾ ഇന്റഗ്രൽ A to B F dot dr പാത്തിനെ ഡിപെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ that is path independent and the field F is said to be conservative. അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ കൂടുതലായിട്ട് പോകുന്ന കൺസർവേറ്റീവ് ഫീൽഡുകളാണ്. രണ്ടാമത്തെ ഡെഫിനിഷൻ, if F is a field defined on D and F is equal to del F for some scalar function F. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ സ്മോൾ f ഉണ്ടെങ്കിൽ, ഒരു സ്കെയിലാർ ഫംഗ്ഷൻ f ഉണ്ടെങ്കിൽ del f എന്ന് പറഞ്ഞ വെക്ടർ ആണ്. നമ്മൾ അതിനെ ഗ്രേഡിയന്റ് ഫീൽഡ് ഓഫ് f എന്നൊക്കെ വിളിച്ചു. അപ്പോൾ if f is the vector field f is gradient field of some other function small f, then f is called scalar potential. രണ്ട് കാര്യങ്ങൾ, ഒന്ന് കൺസർവേറ്റീവ് അല്ലെങ്കിൽ പാത്ത് ഇൻഡിപെൻഡന്റ്, രണ്ടാമത് സ്കെയിലാർ പൊട്ടൻഷ്യൽ. ഇനി നമ്മൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യും ചില തിയറംസ് യൂസ് ചെയ്തിട്ട്. നോക്കൂ, അടുത്തൊരു ഡെഫിനിഷൻ, റീജിയൻ D is said to be connected. ഒരു റീജിയൻ നമ്മൾ കണക്റ്റഡ് എന്ന് പറയും if every 2 points in D can be connected by a smooth curve that lies in D. ഒരു റീജിയൻ കണക്റ്റഡ് എന്ന് പറയാം ഏത് രണ്ട് പോയിന്റ്സും
ജോയിൻ ചെയ്തുകൊണ്ട് ഒരു കേർവ് പോസിബിൾ ആണെങ്കിൽ ആ കേർവ് കംപ്ലീറ്റ്ലി ആ റീജിയനിൽ തന്നെ വരണം. ഇപ്പൊ ദിസ് ഇസ് കണക്റ്റഡ്, ഏത് രണ്ട് പോയിന്റ്സും ജോയിൻ ചെയ്തുകൊണ്ട് നമുക്കൊരു കേർവ് പോസിബിൾ ആണ്. പക്ഷെ ഇത് ഡി ആയിട്ട് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇത് കണക്ഷൻ അല്ല, കാരണം ഇതും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു കേർവ് എനിക്ക് വരയ്ക്കാൻ പറ്റും. പക്ഷെ ആ കേർവ് കംപ്ലീറ്റ് ആയിട്ട് ഏതിലല്ല, ആ റീജിയനിൽ വരില്ല. ദാറ്റ് ഈസ് നോട്ട് കണക്റ്റഡ്. Region D is simply connected. Region is simply connected എന്ന് പറയാൻ പറ്റും if every closed curve in D, അപ്പോൾ ഇവൻ കണക്റ്റഡോ അല്ല, ഇതിനകത്തും കൂടി കുറച്ചുകൂടി കണ്ടീഷൻ വരുന്നുണ്ട്. If every closed curve in D can be shrunk to a point in D without leaving D. ഏത് ക്ലോസ്ഡ് കർവിനെ ചുരുക്കി ഒരു പോയിന്റിലോട്ട് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ആ റീജിയൻ ഇസ് സിംപ്ലി കണക്റ്റഡ്. ആൻഡ് അങ്ങനെ ചുരുക്കി കൊണ്ടുവരുമ്പോൾ ഒരിക്കലും ആ റീജിയന്റെ പുറത്തോട്ട് പോകാൻ പാടില്ല. ഇത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സപ്പോസ് ഈ പോർഷനാണ് ഡി എന്ന് വിചാരിച്ചോളൂ, ഇതാണ് ഡി, ഇവിടെ ഒരു ഹോൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു കേർവ് എടുത്തു കഴിഞ്ഞാൽ അതിനെ ചുരുക്കി ഒരു പോയിന്റിലോട്ട് കൊണ്ടുവരാൻ, പക്ഷെ അത് ഇതിന്റെ പുറത്തോട്ട് പോകും, ഈ പറഞ്ഞ റീജിയന്റെ പുറത്തോട്ട് പോകും. അപ്പൊ ഇങ്ങനെ ഒരു ഹോൾ ഉള്ള റീജിയൻസ് ആണെങ്കിൽ, അത് 3 ഡയമെൻഷൻ ആണെങ്കിലും അതെന്തല്ല, സിംപ്ലി കണക്റ്റഡ് അല്ല. അതേസമയം ഇതാണ് റീജിയൻ ഡി എങ്കിൽ ഇതിന്റെ അകത്ത് ഏത് കേർവ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ആ കേർവിനെ ചുരുക്കി ഏറ്റവും അവസാനം ഇതിൽ കൊണ്ടുവരാൻ പറ്റും, ഒരു പോയിന്റിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ സിംപ്ലി കണക്റ്റഡ് അല്ലാത്ത കേസ് പറയാണ് വളരെ എളുപ്പം, അതിൻ്റെ അകത്താണ് മനസ്സിലാക്കാൻ എളുപ്പം സിംപ്ലി കണക്റ്റഡ് ഏതാണെന്നുള്ളത്. അപ്പൊ നമ്മളൊരു ടയർ എടുക്കുകയാണെങ്കിൽ അത് സിംപ്ലി കണക്റ്റഡ് അല്ല. പക്ഷെ ഒരു ഡിസ്ക് എടുക്കുകയാണെങ്കിൽ സിംപ്ലി കണക്റ്റഡ് ആണ്. തീർന്നു നോക്കൂ. തീർത്തുന്ന സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്. ലെറ്റ് എഫ് ഇസ് എ വെക്ടർ ഫീൽഡ്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യാണ്. സോ എഫ് ഇസ് എ വെക്ടർ ഫീൽഡ് which is defined അല്ലെങ്കിൽ whose components are continuous throughout an open connected simply connected region D in space. അപ്പോൾ അതിന് വലിയ ഫോക്കസ് ഇവിടെ ഇല്ല. And if there exist a differentiable function small f such that f is equal to del f, അപ്പോൾ ആ കേസിൽ നമ്മൾ പറയും സ്മോൾ എഫിനെ സ്കെയിലാർ പൊട്ടൻഷ്യൽ എന്നാണ് വിളിക്കുക. സോ ഇഫ് there exist a scalar potential small f, then for all points a and b in D, integral a to b f of dr is independent of the path joining a and b. അതായത് integral is path independent. Integral is path independent എന്നുള്ളതിനെ നമ്മൾ ഇങ്ങനെയും മാറ്റി പറയാറുണ്ട്, എഫ് is conservative. അപ്പൊ ഇവിടുന്ന് കിട്ടുന്ന റിസൾട്ട് ഇതാണ്. ഫോർ എ വെക്ടർ ഫീൽഡ് ക്യാപിറ്റൽ എഫ്, if it is if there exists a scalar potential, then f is conservative. അല്ലെങ്കിൽ integral f of dr is path independent. നോക്കാം അതിന്റെ പ്രൂഫ് എങ്ങനെയാണ്. നമുക്ക് സപ്പോസ് ചെയ്യാം, സപ്പോസ് ദാറ്റ് there exists f such that capital F is equal to del f. ഇതാണ് നമ്മുടെ അസംഷൻ. നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത് ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ജോയിനിങ് പോയിന്റ്സ്. അപ്പോൾ നമ്മൾ 2 പോയിന്റ്സ് എടുക്കുന്നു, എ ബി. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പാത്ത് എടുക്കാം, അതിനെ നമുക്ക് തൽക്കാലം സി എന്ന് വിളിക്കാം. അപ്പൊ ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സിനെ ഡിപ്പെൻഡ് ചെയ്യില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ലെറ്റ് സി ബി എ സ്മൂത്ത് കർവ് joining a and b in D. Given by the parametric equation r of t is equal to xi plus yj plus zk, t varies from a to b. അപ്പോൾ ടി എ ആകുമ്പോൾ ഫസ്റ്റ് പോയിന്റ് ക്യാപിറ്റൽ എ വരും, ആൻഡ് ടി ബി ആകുമ്പോൾ ലാസ്റ്റ് പോയിന്റ് ക്യാപിറ്റൽ ബി. ഇനി നമുക്കിവിടെ വേണ്ടത് ഇന്റഗ്രൽ ഫ്രം എ ടു ബി. നമ്മളിവിടെ എടുത്തിരുന്ന കർവ് സി അല്ലേ, സോ ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ ആണ്.
അല്ലെങ്കിൽ ഇന്റഗ്രൽ ഓവർ ദ കർവ് സി, നമ്മൾ കർവ് സി ആണ്. എഫ് ഡോട്ട് ഡി ആർ എന്നുള്ളതിനെ വേണമെങ്കിൽ എഫ് ഡോട്ട് ഡി ആർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി ഇൻറ്റു ടിയിലേക്ക് കൊണ്ടുവരാം, ഇൻറ്റു ഡി ടി. ടി ഈസ് വേരിയിങ് ഫ്രം എ ടു ബി എന്നാക്കി മാറ്റാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ടി വേരീസ് ഫ്രം എ ടു ബി. ടിയുടെ വേരിയേഷൻ ആണ്. ടി ഈസ് വേരിയിങ് ഫ്രം ടി ഈസ് ഈക്വൽ ടു എ ടു ടി ടു ഈക്വൽ ടു ബി. എഫ് ഇസ് ഈക്വൽ ടു ഡെൽ എഫ്, നമ്മൾ അസംഷൻ അതാണ്. സോ ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് ഇൻറ്റു കെ ഐ. ഡോട്ട് വിത്ത് ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത് ഡി എക്സ് ബൈ ഡി ടി ഇൻറ്റു ഐ പ്ലസ് ഡി വൈ ബൈ ഡി ടി ഇൻറ്റു ജെ പ്ലസ് ഡി സെഡ് ബൈ ഡി ടി ഇൻറ്റു കെ ആണ് ഡി ടി. അതവിടെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ, സോ ഇന്റഗ്രൽ വേരീസ് ഫ്രം എ ടു ബി. ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് ഇൻറ്റു ഡി സെഡ് ബൈ ഡി ടി എന്ന് വരും. എന്താണ് ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് ഇൻറ്റു ഡി സെഡ് ബൈ ഡി ടി. നമുക്കറിയാം ഇവിടെ എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, സ്കെയിലാർ ഫംഗ്ഷൻ ഓഫ് വൈ സെഡ്. ഈ എക്സും വൈയും സെഡും ടിയുടെ ഫംഗ്ഷനാണ്. സോ വാട്ട് ഈസ് എഫ് ഇൻഡയറക്ട്ലി ഡിപ്പെൻഡ്സ് ഓൺ ടി. സോ ഡി എഫ് ബൈ ഡി ടി ഇസ്, നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് ഇൻറ്റു ഡി സെഡ് ബൈ ഡി ടി. അതാണ് ഇപ്പോൾ ഈ എഴുതി വെച്ചിരിക്കുന്നത്. സോ ദിസ് ഇസ് ഇന്റഗ്രൽ എ ടു ബി ഡി എഫ് ബൈ ഡി ടി ഡി ടി. ഡി എഫ് ബൈ ഡി ടിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എഫ് എന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ദ പോയിന്റ്സ് എ ആൻഡ് ബി. സോ ദാറ്റ് ഈസ് f is a function of x, y and z. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുക f of this is x, y, z. അതിൽ ഏതൊക്കെ പോയിന്റ്സ് t is equal to a, t equal to b. So this is equal to f of, നമ്മൾ ആദ്യം പോയിന്റ് b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. So f of x b, y b, z b minus f of x a, y of a, z of a. ഇത് പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എക്സ് അല്ലല്ലോ ബി, ടിയുടെ വാല്യൂ ആണ് എയും ബിയും. അപ്പൊ ഈ എക്സിന്റെ അകത്ത് ടി ഉണ്ട്, വൈയുടെ അകത്ത് ടി ഉണ്ട്, സെഡിന്റെ അകത്ത് ടി ഉണ്ട്. അതുകൊണ്ടാണ് ആ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നപ്പോൾ ഇങ്ങനെ എഴുതുക. ഇതായിരുന്നു കർവ്. ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ഇൻറ്റു വൈ പ്ലസ് വൈ ഓഫ് ടി ഇൻറ്റു ജെ പ്ലസ് സെഡ് ഓഫ് ടി ഇൻറ്റു കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ the point x of b, y of b, z of b is this point. ഇതേപോലെ തന്നെ x of a, y of a, z of a, അല്ലെങ്കിൽ x of a into I plus y of a into j plus z of a into k എന്ന് പറയുന്നത് ഈ പോയിന്റ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഇന്റഗ്രലിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് എന്ത് മാത്രമേ വരുള്ളൂ. സോ ദിസ് ഈസ് f of b minus f of a. നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഇന്റഗ്രൽ ഓവർ c, therefore ഇന്റഗ്രൽ ഓവർ c f dot dr is equal to f of b minus f of a. That is independent of path c. എയും ബിയും ജോയിൻ ചെയ്യുന്ന പാത്തായിരുന്നു സി. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല ഈ ഇന്റഗ്രൽ. ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ എൻ പോയിന്റ്സ് എ ആൻഡ് ബി. ഇത് കുറച്ചുകൂടി എളുപ്പം, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നില്ല എങ്കിൽ ഇങ്ങനെയും എഴുതാം. ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ആണ്. ദാറ്റ് ഇസ് ഇന്റഗ്രൽ എഫ് ഡെൽ എഫ് ആ. സോ ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ജെ
plus dou f by dou z into k dot dr is dxi plus dyj plus dzk ഡോട്ട് എടുക്കുന്ന സമയത്ത് കിട്ടുന്നത് എന്തോ ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് ഇൻറ്റു ഡി സെഡ്. So that is the total derivative df. So that is equal to integral of df, that is f. ഇനി ലിമിറ്റ് ഓവർ c എന്ന് പറഞ്ഞാൽ that is from a to b, a to b, a to b, limit a to b, that is f of b minus f of a. ഇങ്ങനെ വേണമെങ്കിൽ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടും അതിന്റെ പ്രൂഫ് പറയാം. ഓൾസോ ഇതിന്റെ കോൺവേഴ്സും ട്രൂ ആണ്, പക്ഷെ നമ്മളത് പ്രൂവ് ചെയ്യുന്നില്ല. എന്താ ഇതിന്റെ കോൺവേഴ്സ്? Converse is also true. If capital F is conservative or എന്തും പറയാം integral a to b f dot dr is path independent, then there is f such that capital F is equal to del f. Theorem 2 നോക്കൂ. The following statements are equivalent. രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഇക്വലന്റ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ 1ഉം 2 ആണ്. 1 സപ്പോസ് ചെയ്യും 2 ഒബ്റ്റെയിൻ ചെയ്യും, അതേപോലെ 2 സപ്പോസ് ചെയ്യും 1 ഒബ്റ്റെയിൻ ചെയ്യും. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് 1 implies 2 ആണ്. അപ്പൊ എന്താ സപ്പോസ് ചെയ്യേണ്ടത്? സപ്പോസ് ദാറ്റ് f is conservative. കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ f കൺസർവേറ്റീവ് ആണെങ്കിൽ ഇന്റഗ്രൽ f dot dr is path independent. Integral f dot dr is path independent എന്ന് വരും. Integral f dot dr a to b ആണ്, a to b. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? സെക്കൻഡ് ആണ്. Integral f dot dr is 0 for around any closed loop in t. അപ്പൊ അതേപോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. Let c be any closed loop in t. Closed loop എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ വരാം. ക്ലോസ്ഡ് ആണ്. അപ്പൊ ഇതിനെ നമുക്ക് സി എന്ന് വിളിക്കാം. ശരി, അങ്ങനെയാണ് ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഓവർ സി 0 എന്ന് കിട്ടണം. നൗ ടു പ്രൂവ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് ഞാൻ ചെയ്യുന്നത്, ഇത് സി ആണെങ്കിൽ ഈ സിയിൽ ഏതെങ്കിലും 2 പോയിന്റ്സ് ഞാൻ ചൂസ് ചെയ്യുന്നു, എ ആൻഡ് ബി. 2 പോയിന്റ്സ് ചൂസ് ചെയ്യാണ്. Let A be any 2 points on C. അപ്പൊ എ ബിയും ഇപ്പൊ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന 2 പോയിന്റ്സ്. Then we get from A to B as shown in the figure. So that C is equal to C1 minus C2. അപ്പൊ ഇവിടെ എത്രയുള്ളൂ? എയും ബിയും 2 പോയിന്റ്സ് ഞാൻ ചൂസ് ചെയ്തു. അങ്ങനെ ആകുമ്പോൾ എന്ന് ബിയിലോട്ട് 2 പാത്തുകൾ കിട്ടും. അപ്പൊ അതിൽ ഒരു പാത്ത് സിന്റെ അതേ ഡയറക്ഷൻ, അതിനെ ഞാൻ C1 എന്ന് വിളിക്കുകയാണ്. രണ്ടാമത്തെ പാത്ത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എന്ന് ബിയിലോട്ട് C2. അപ്പോൾ C1ഉം എന്ന് ബിയിലോട്ടാണ്, C2ഉം എന്ന് ബിയിലോട്ടാണ്. പക്ഷെ നമ്മൾ സി എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ദിസ് ഇസ് സി, ഇങ്ങനെ പോവാണ്. ദിസ് ഇസ് ദ ഓറിയന്റേഷൻ ഓഫ് സി. അപ്പോൾ ഇങ്ങനെ പോയിട്ട് C1 കഴിഞ്ഞിട്ട്
C2 ഈ ഡയറക്ഷൻ അല്ല, C2 നേരെ തിരിച്ച ഡയറക്ഷൻ. അപ്പൊ അതിന്റെ അർത്ഥം ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് -C2-ലൂടെയാണ്. സോ നമുക്ക് പറയാം C is equal to C1 minus C2. അപ്പൊ C is equal to C1 minus C2 ആണ്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഇവിടെ നമുക്ക് ഓൾറെഡി ഉള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയായിരുന്നു? സപ്പോസ് ദാറ്റ് F is conservative. F കൺസർവേറ്റീവ് ആയതുകൊണ്ട് ഇന്റഗ്രൽ F dot dr is path independent. അപ്പൊ നമുക്ക് അത് ഇവിടെ എഴുതാം. Since F is conservative, integral over C1 F dot dr is equal to integral over C2 F dot dr. ഈ C1 ഉം C2 ഉം A എന്ന് B ലോട്ടുള്ള രണ്ട് പാത്തുകളല്ലേ. അപ്പൊ F dot dr എന്ന് പറയുന്നതിന്റെ ഇന്റഗ്രൽ ഓവർ C1ന്റെ വാല്യൂം ഓവർ C2ന്റെ വാല്യൂം രണ്ടും എന്ത് തന്നെ ആയിരിക്കണം? F of B മൈനസ് F of A ആയിരിക്കണം. അതാണ് നമ്മളെ റിസൾട്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്തായിരുന്നു? വാട്ട് ഈസ് ടു പ്രൂവ്? ഇന്റഗ്രൽ ഓവർ C F dot dr is equal to 0 എന്നുള്ള ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ശരി. സോ നൗ integral over C F dot dr is equal to integral over C1 minus C2 F dot dr. That is integral over C1 F dot dr minus integral over C2 F dot dr. ഇത് രണ്ട് ഈക്വൽ ആയതുകൊണ്ട് that is equal to 0. So 1 implies 2 over. എന്താ നമ്മൾ ചെയ്തത്? ഒന്നുകൂടെ നോക്കിയാൽ എഫ് കൺസർവേറ്റീവ് ആണെന്ന് അസ്യൂം ചെയ്തു. അപ്പൊ പാത്ത് ഇൻഡിപെൻഡന്റ് ആണ്. നമുക്ക് വേണം ഫോർ എനി ക്ലോസ്ഡ് കർവ് സി ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ 0 ആണ്. അപ്പൊ ഏതോ ഒരു ക്ലോസ്ഡ് കർവ് സി എടുത്തു. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിന്നെ ഞാൻ അതിലെ 2 പോയിന്റ്സ് എടുക്കുക, വെറുതെ എയും ബിയും. അപ്പൊ എന്ന് ബിയിലോട്ട് 2 പാത്തുകൾ എനിക്ക് കിട്ടും. ഒന്ന് C1 ഉം രണ്ടാമത്തെ C2. ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ പാത്ത് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ക്യാപിറ്റൽ എഫ് കൺസർവേറ്റീവ് ആയതുകൊണ്ട് ഇന്റഗ്രൽ ഓവർ C1 F dot dr ഉം ഇന്റഗ്രൽ ഓവർ C2 F dot dr ഉം രണ്ടും തന്നെയായി സെയിം ആയി. അങ്ങനെ വരുമ്പോൾ ഇന്റഗ്രൽ ഓവർ C F dot dr is equal to C എന്ന് പറയുന്നത് C1 minus C2 ആണ്. സോ ഇന്റഗ്രൽ ഓവർ C1 minus C2 F dot dr ആയി. അതായത് ഇന്റഗ്രൽ ഓവർ C1 F dot dr മൈനസ് ഇന്റഗ്രൽ ഓവർ C2 F dot dr ഈക്വൽ ടു ഏത് വന്നു? 0. ഇനി വേണ്ടത് നേരെ തിരിച്ചുള്ളതാ. നേരെ തിരിച്ച് സപ്പോസ് ദാറ്റ് integral over C F dot dr is equal to 0 for any closed loop C in T. ശരി, അത് സപ്പോസ് ചെയ്തു. ഇനി എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ഈ കേസിൽ നമുക്ക് പ്രൂവ് ചെയ്യണം. ടു പ്രൂവ് F is conservative അല്ലെങ്കിൽ ഇന്റഗ്രൽ F dot dr is path independent. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇന്റഗ്രൽ F dot dr is path independent എന്ന് പ്രൂവ് ചെയ്യാൻ ഞാൻ എടുക്കുന്നു 2 പോയിന്റ്സ് A and B. എന്നിട്ട് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് ഏതോ 2 പാത്തുകൾ ഞാൻ എടുക്കുന്നു. ഒന്ന് C3, രണ്ടാമത്തത് C4. അപ്പൊ എനിക്ക് കിട്ടേണ്ട കാര്യം അതാണ്. ഇന്റഗ്രൽ ഓവർ C3 F dot dr ഉം ഇന്റഗ്രൽ ഓവർ C4 F dot dr ഉം സെയിം ആണ്. Let A, B be 2 points and C3 and C4 are 2 paths from A to B. Then C3 minus C4 is a closed curve. അപ്പോൾ ഇവിടെ C3 minus C4 ഇതാണ് C3, ഇങ്ങനെ പോകുന്നു C3. C3 minus C4 ഇപ്പോൾ പോകുന്നത് minus C4 ആണ്. അപ്പോൾ C3 minus C4 എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് കർവ് ആണ്. സോ ബൈ അവർ അസംഷൻ integral over C3 minus C4 F dot dr is equal to 0. അതായിരുന്നു നമ്മുടെ അസംഷൻ. ഇന്റഗ്രൽ ഓവർ എനി ക്ലോസ്ഡ് കർവ് C is 0. C3 minus C4 ക്ലോസ്ഡ് കർവ് ആയതുകൊണ്ട് ഇന്റഗ്രൽ ഓവർ C3 minus C4 F dot dr is 0. So that implies integral over C3 F dot dr minus integral over C4 F dot dr
is equal to 0. So that implies integral over C3 f dot dr is equal to integral over C4 f dot dr. That means integral f dot dr is path independent. ഒന്നുകൂടെ നോക്കാം എന്താ ചെയ്തതെന്ന്. നമ്മൾ അസ്യൂം ചെയ്തു integral over C f dot dr is for any closed curve C is 0. നമുക്ക് പ്രൂവ് ചെയ്യണം integral f dot dr is path independent അല്ലെങ്കിൽ f is conservative. അതിന് രണ്ട് പോയിന്റ്സ് എടുത്തു, എ എന്ന് ബിയിലോട്ട് രണ്ട് കർവുകൾ എടുത്തു. അങ്ങനെ നോക്കുമ്പോൾ ആ C3 ഉം C4 ആണ് ഞാൻ എടുത്തത്. C3 മൈനസ് C4 എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് കർവ്. സോ ബൈ അവർ അസംഷൻ integral over C3 minus C4 f dot dr is 0. That is integral over C3 f dot dr minus integral over C4 f dot dr 0 ആയി. integral over C3 f dot dr ഏതിന് ഈക്വൽ ആയി? integral over C4 f dot dr ന് ഈക്വൽ ആയി. സോ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. C3 ആയാലും C4 ആയാലും C5 ആയാലും നിങ്ങൾ ഏത് രീതിയിൽ എടുത്തു കഴിഞ്ഞാലും സെയിം വാല്യൂ വരാൻ പോകുന്നത്. സോ integral f dot dr is path independent or f is conservative. അടുത്ത തിയറം നോക്കാം. ഒരു കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻസ് ആണ് പറയുന്നത്. If a vector field f is equal to mi plus nj plus pk, ഇപ്പൊ ഇത് ശരിക്ക് ഐ അല്ലേ, അപ്പൊ എക്സിന് കറസ്പോണ്ടിങ്, ഇത് വൈന് കറസ്പോണ്ടിങ്, ഇത് സെഡിന് കറസ്പോണ്ടിങ് എന്ന് വിചാരിക്കാം. അങ്ങനെയല്ല, എക്സ് ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ ആണ് ഐ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ആദ്യത്തെ രണ്ടെണ്ണം എടുക്കുക. സോ ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. അടുത്ത രണ്ടെണ്ണം എടുക്കുക. ഡോ എൻ ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ വൈ. ആദ്യത്തെ മൂന്നാമത്തെ എടുക്കുക. ഡോ എം ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ എക്സ്. ഇതാണ് കണ്ടീഷൻ. പ്രൂഫ്. സപ്പോസ് ദാറ്റ് f is conservative. f കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കണ്ടീഷൻ ഇന്റഗ്രൽ f ഡോട്ട് dr is independent of the path. അതല്ലാതെ നമ്മൾ തിയറം 1 ഒരു കാര്യം പ്രൂവ് ചെയ്തിരുന്നു. f കൺസർവേറ്റീവ്, ആ തിയറത്തിന്റെ കോൺവേഴ്സ് ഇസ് ഓൾസോ ട്രൂ എന്ന് പറഞ്ഞു. f കൺസർവേറ്റീവ് ആണെങ്കിൽ നമുക്ക് എങ്ങനെയും പറയാം, then there exists a differentiable function f such that the capital F is equal to del f. അപ്പൊ അതും ട്രൂ ആണെന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന കാര്യം അതാണ്, f is mi plus nj plus pk and that is equal to dou f by dou x into I plus dou f by dou y into j plus dou f by dou z into k. രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും m is equal to dou f by dou x, n is equal to dou f by dou y and p is equal to dou f by dou z. So dou m by dou y is equal to dou square f by dou x dou y. അതായത് ഡിഫറൻഷിയേറ്റിംഗ് m പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു y ചെയ്താൽ ഇങ്ങനെ കിട്ടും. അതേപോലെ ഡോ n ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു, അതായത് ഡിഫറൻഷിയേറ്റിംഗ് n പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്, നമുക്ക് ഇങ്ങനെ കിട്ടും ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്. ഇത് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലായി ഇത് രണ്ടും സെയിം ആണ്, ഇത് രണ്ടും സെയിം ആണ്, ഇവ രണ്ടും സെയിം ആണ്. രണ്ടും സെയിം ആണെന്ന് പറഞ്ഞാൽ therefore നമുക്ക് കിട്ടി ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. അപ്പൊ ഞാൻ ആദ്യത്തെ രണ്ടെണ്ണം എടുത്തിട്ട്
എനിക്ക് വേണ്ട രീതിയിൽ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്തു, പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു ആദ്യത്തെ എമ്മിനെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്തു, അടുത്തതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്തു, രണ്ടും ഈക്വൽ ആയി. ഇതേപോലെ എന്തും പറയാം. സിമിലർലി നമുക്ക് പറയാം ബാക്കിയുള്ള കേസ്, അതായത് ഡോ എൻ ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ വൈ, അതേപോലെ ഡോ എം ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ എക്സ്. അപ്പോൾ ഓരോ കേസുകളും നമുക്ക് പറയാം. ഇത് ഒരു സൈഡായിട്ടേ ഉള്ളൂ. ഇതിന്റെയും കോൺവേഴ്സ് ട്രൂ ആണ്. പക്ഷെ നമ്മൾ പ്രൂഫിലോട്ട് പോകുന്നില്ല. കോൺവേഴ്സ് ട്രൂ ആന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഇവിടെ കണ്ടീഷൻ കിട്ടുക, ഇഫ് ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്, ഡോ എൻ ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ വൈ, ടു ഡോ എം ബൈ ഡോ സെഡ്, then f is conservative. നമ്മൾ 3 തിയറംസ് ഡിസ്കസ് ചെയ്തു. ആ 3 തിയറത്തിലെയും കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാണ്. അപ്പൊ ആദ്യത്തെ തിയറത്തിൽ പറഞ്ഞ കാര്യതാണ് എഫ് വെക്ടർ ഫീൽഡ് if it is del f for some scalar function f, then if and only if f is conservative. Conservative ആണ് integral a to b f dot dr is path independent. ആ കേസിൽ ഇതിന്റെ വാല്യൂ is f of b minus f of a. കൺസർവേറ്റീവ് ആണെങ്കിൽ പാത്ത് ഇൻഡിപെൻഡന്റ് എന്ന് പറയും, അല്ലെങ്കിൽ പാത്ത് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ കൺസർവേറ്റീവ് എന്ന് പറയും. അതിന്റെ കൂടെ ആ ഫംഗ്ഷൻ, ആ വെക്ടർ ഫീൽഡ് is equal to del f for some scalar potential small f. ഇനി രണ്ടാമത്തെ തിയറത്തിൽ പറഞ്ഞു f is conservative if and only if integral f dot dr or any closed curve is 0. അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്താലും മതി. f കൺസർവേറ്റീവ് ആണെങ്കിൽ f is del f for some function. ആ കേസിൽ ഇന്റഗ്രലിന്റെ വാല്യൂ f of b minus f of a. ഇപ്പോൾ ക്ലോസ്ഡ് കർവ് ആണെങ്കിൽ അവിടെ തന്നെ വരുന്നു f of b minus f of a എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ പോയിന്റ് ആയതുകൊണ്ട് വാല്യൂ ഏതായി 0 ആയി. മൂന്നാമത്തെ കേസ് പറഞ്ഞു f is conservative, then dou m by dou x is equal to dou n by dou y, dou n by dou z is equal to dou p by dou y, and dou m by dou z is equal to dou p by dou x, where f is mi plus nj plus pk. അപ്പോ ഇവിടെ എഫ് കൺസർവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതോ നോക്കിയാൽ മതി. എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ ഒരു സ്കേലാർ പൊട്ടൻഷ്യൽ ഉണ്ടാവും. സ്കേലാർ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്ന മാത്രമല്ല, ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആറിന്റെ വാല്യൂ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആയിരിക്കും. അത് പാത്തിനെ ഡിപെൻഡ് ചെയ്യില്ല, എൻ പോയിന്റ്സിനെ മാത്രമേ ഡിപെൻഡ് ചെയ്യൂ. ഒന്നുകൂടെ, എഫ് കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പാത്ത് ഇൻഡിപെൻഡന്റ്. എഫ് കൺസർവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഈ കണ്ടീഷൻസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. കൺസർവേറ്റീവ് ആണെങ്കിൽ ഒരു സ്കേലാർ പൊട്ടൻഷ്യൽ ഉണ്ടാവും. ആ സ്കേലാർ പൊട്ടൻഷ്യൽ എഫ് കിട്ടിയാൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ അല്ലെങ്കിൽ വർക്ക് ഡൺ ജസ്റ്റ് ഓൺലി എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. അത് പാത്തിനെ ഡിപെൻഡ് ചെയ്യില്ല. ഫംഗ്ഷന്റെ അകത്ത് എൻ പോയിന്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ കിട്ടും. ചെറിയ പോയിന്റ് കൂടെ, f is equal to mi plus nj plus pk ഒരു വെക്ടർ ഫീൽഡ് ആണ്. then integral f dot dr എന്ന് പറഞ്ഞാൽ അത് dr is dxi plus dyj plus dzk. അപ്പോൾ ഡോട്ട് ഡോട്ട് എടുക്കുമ്പോൾ m dx plus n dy plus p dz എന്ന് വരും. ഇനി ഈ അത് ഇന്റഗ്രൽ എക്സാക്ട് ആവുക, അല്ലെങ്കിൽ ഈ ഇന്റഗ്രലിന്റെ അകത്തുള്ള ഇന്റഗ്രാൻഡിനെ എക്സാക്ട് ഡിഫറൻഷ്യൽ ഫോം എന്ന് പറയും. m dx plus n dy plus p dz is
exact differential if dou m by dou y is equal to dou n by dou x, dou n by dou z is equal to dou p by dou y, and dou m by dou z is equal to dou p by dou x. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിനെ എക്സാക്ട് ഡിഫറൻഷ്യൽ ഫോം എന്ന് പറയാം. അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇതിനെ എക്സാക്ട് ഡിഫറൻഷ്യൽ ഫോം എന്ന് പറയാവുന്നത് ഈ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ പ്ലസ് പി ഡി സെഡ് എന്നുള്ളതിനെ ഇത് ഡെറിവേറ്റീവ് ഓഫ് സം ഫംഗ്ഷൻ ആണ്. അതായത് അങ്ങനെ വരുമ്പോൾ ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് നമുക്ക് പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് എഫ് എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇത് എല്ലാം കൂടെ നമുക്ക് കണക്ട് ചെയ്യാം. കാരണം ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ക്യാപിറ്റൽ എഫ് ഇസ് കൺസർവേറ്റീവ്, കുറച്ചു മുന്നേ പറഞ്ഞു. അല്ലെങ്കിൽ ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഇസ് പാത്ത് ഇൻഡിപെൻഡന്റ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ എഫ് ഓഫ് ഫോർ സം ഫംഗ്ഷൻ എഫ്. ഇതെല്ലാം ലിങ്ക് ചെയ്യാം. അതിന്റെ അർത്ഥം ഈ ഡിഫറൻഷ്യൽ ഫോം എക്സാക്ട് ആണെങ്കിൽ, ഡിഫറൻഷ്യൽ ഫോം എക്സാക്ട് ആവണമെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഡിഫറൻഷ്യൽ ഫോം എക്സാക്ട് ആണെങ്കിൽ ഈ ഇന്റഗ്രൽ ഇസ് പാത്ത് ഇൻഡിപെൻഡന്റ്, ക്യാപിറ്റൽ എഫ് ഇസ് കൺസർവേറ്റീവ്. ക്യാപിറ്റൽ എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ capital F is equal to del f for some function small f. Integral value is equal to f of p minus f of a for that small f. ഇതെല്ലാം കണക്ട് ചെയ്ത് പറയാം. അതാണ് ഇവിടെ എഴുതിയത് എക്സാക്ട് ആൻഡ് പാത്ത് ഇൻഡിപെൻഡൻസ് തമ്മിലുള്ള കണക്ഷൻ. ഈ പ്രോബ്ലത്തിൽ ഷോ ദാറ്റ് ദ ഫീൽഡ് എഫ് ഇസ് നോട്ട് കൺസർവേറ്റീവ്. കൺസർവേറ്റീവ് ആവുന്ന കേസിൽ പല രീതിയിൽ കണ്ടീഷൻസ് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊരു കേസ് കൺസർവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എപ്പോഴും എളുപ്പം എമ്മും എന്നും പിയും എടുത്തിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എം ഇസ് ഈക്വൽ ടു എം എന്ന് വരുന്നത് സെഡ് പ്ലസ് വൈ വരും, എൻ ഇസ് ഈക്വൽ ടു സെഡ് വന്നു, ആൻഡ് പി ഇസ് ഈക്വൽ ടു വൈ പ്ലസ് എക്സ്. നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് ഡോ എം ബൈ ഡോ വൈ കണ്ടു നോക്കുക. എമ്മിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 എന്നാണ് കിട്ടുന്നത്. ആൻഡ് ഡോ എൻ ബൈ ഡോ എക്സ് കണ്ടു നോക്കുക, അത് 0 ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. സോ രണ്ടും ഈക്വൽ അല്ല. സോ ഡോ എം ബൈ ഡോ വൈ ഇസ് നോട്ട് ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. Therefore f is not conservative. നോക്കാം ഈ പ്രോബ്ലം. ഷോ ദാറ്റ് ദ ലൈൻ ഇന്റഗ്രൽ ഈസ് പാത്ത് ഇൻഡിപെൻഡന്റ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, പാത്ത് ഡിപ്പെൻഡന്റ് എന്നാണ്. ലൈൻ ഇന്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡന്റ് ആവണമെങ്കിൽ എഫ് കൺസർവേറ്റീവ് ആവണം. കൂടെ ഈ ഇന്റഗ്രൽ ഇതിനെ നമുക്ക് എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഇത് ശരിക്ക് എഫ് ഡോട്ട് ഡി ആർ ആണ്. അങ്ങനെ വരുമ്പോൾ എക്സാക്ട്നെസിന്റെ കണ്ടീഷൻ വെച്ച് പറയാം. ഇത് പാത്ത് ഇൻഡിപെൻഡന്റ് ആവണമെങ്കിൽ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. ഇവിടെ രണ്ടെണ്ണേ ഉള്ളൂ, എമ്മും എന്നും മാത്രമേ ഉള്ളൂ. നമ്മൾ അതാണ് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്. എം ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ and n is equal to 2xy square. Dou m by dou y is x square. Dou n by dou x is 2y square. ഇത് രണ്ടും ഈക്വൽ അല്ല. So dou m by dou y is not is equal to dou n by dou x. Therefore integral over c x square y dx plus 2xy square dy is not path independent. That means it is path dependent. നോക്കാം അടുത്ത പ്രോബ്ലം. ഷോ ദാറ്റ് എഫ് ഇസ് ഈക്വൽ ടു, നമുക്കതിനെ എം ഐ പ്ലസ് എൻ ജെ പ്ലസ് പി കെ എന്ന് വിളിക്കാം, ഇസ് കൺസർവേറ്റീവ്.
കൺസർവേറ്റീവ് ആവണമെങ്കിൽ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആണ്. അതായത് ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് ആൻഡ് ഡോ എൻ ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ വൈ ആൻഡ് ഡോ എം ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ എക്സ്. ഈ മൂന്ന് ഇക്വേഷൻ സാറ്റിസ്ഫൈ ആണ്. അപ്പോൾ ആദ്യം അത് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. അതാണ് എപ്പോഴും ചെക്ക് ചെയ്യാൻ എളുപ്പം. Here m is equal to e raised to x cos y plus yz. N is equal to xz minus e raised to x sin y. And p is equal to xy plus z. Now, dou m by dou y is equal to e raised to x into minus sin y plus z. Then dou m by dou y. Dou n by dou x is equal to z minus e raised to x with respect to x ആണ്. So sin y is constant sin y. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടി dou m by dou y is equal to dou n by dou x. ആ ഫസ്റ്റ് കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള നമുക്ക് ചെക്ക് ചെയ്യണം. ഓൾസോ ഇനി വേണ്ടത് നമുക്ക് ഡോ എൻ ബൈ ഡോ സെഡ് ആണ്. അത് നോക്കുന്ന സമയത്ത് എക്സ് സെഡ് മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈയിൽ ആകെ എക്സ് എന്ന് മാത്രമേ വരുള്ളൂ. ആൻഡ് ഡോ പി ബൈ ഡോ വൈ അതും എക്സ് തന്നെയാണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ വൈ. ആ കണ്ടീഷനും ഓക്കെ. ആൻഡ് ഡോ എം ബൈ ഡോ സെഡ് അത് നമുക്ക് വൈ എന്നാണ് കിട്ടുക. അതേപോലെ ഡോ പി ബൈ ഡോ എക്സ് അതും വൈ ആണ്. സോ എല്ലാ കണ്ടീഷൻസും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സോ വി ഹാവ് dou m by dou y is equal to dou n by dou x, comma dou n by dou z is equal to dou p by dou y, dou m by dou z is equal to dou p by dou x. Therefore, f is conservative. അതൊക്കെ കൺസർവേറ്റീവ് ആണെങ്കിൽ വേറെയും നമുക്കറിയാം. കൺസർവേറ്റീവ് ആണെങ്കിൽ integral f dot dr is path independent. അതേപോലെ തന്നെ there is a scalar potential. f is conservative. There is a scalar potential. f അല്ലെങ്കിൽ there is f such that capital F is equal to del f. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് ഈ സ്കേലാർ പൊട്ടൻഷ്യലാണ്. അപ്പോൾ എഫ് ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ എഫ് എന്നുള്ള കണ്ടീഷൻ ഉപയോഗിക്കാം. ക്യാപിറ്റൽ എഫ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ദാറ്റ് ഈസ് എം ഐ പ്ലസ് എൻ ജെ പ്ലസ് പി കെ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽ എഫ് എസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഐ plus dou f by dou y into j plus dou f by dou z into k. ഇപ്പോൾ രണ്ട് സൈഡും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. m is equal to dou f by dou x ഒരു കണ്ടീഷൻ, n is equal to dou f by dou y and p is equal to dou f by dou z. അപ്പോൾ മൂന്ന് ഇക്വേഷൻസ് ഇവിടെ കിട്ടുകയാണ്. ഈ മൂന്ന് ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ദ ഫംഗ്ഷൻ എഫ് ഐഡന്റിഫൈ ആണ്. അപ്പോൾ അതിനാദ്യം എമ്മും എന്നും പിയും ഒക്കെ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. അപ്പോൾ അതും ഒന്നും കൂടെ ഇവിടെ നിന്ന് നോക്കിയിട്ട് എഴുതാം. എം ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് കോസ് വൈ പ്ലസ് വൈ സെഡ് ആൻഡ് എൻ ഇസ് ഈക്വൽ ടു എക്സ് സെഡ് മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ. പി ഇസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് സെഡ്. ഡോ എഫ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു എം ഇ റൈസ് ടു എക്സ് കോസ് വൈ പ്ലസ് വൈ സെഡ്. അതേപോലെ ഡോ എഫ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു എൻ
That is xz minus e raised to x sine y. And the third one, dou f by dou z as p. P is equal to xy plus z. P മൂന്ന് equations on 1, 2 and 3. അപ്പോൾ ആദ്യം ഡോ എഫ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് വൺ എടുക്കുകയാണ്. ഫസ്റ്റ് വണ്ണിന് ഞാൻ എഫ് അല്ലേ നമുക്ക് വേണ്ടത്, ഡോ എഫ് ബൈ ഡോ എക്സ് അല്ലേ ഉള്ളത്, ഇന്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ ഇന്റഗ്രേറ്റിംഗ് 1 partially with respect to x, we get എന്താ കിട്ടുക, ഡോ എഫ് ബൈ ഡോ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് അല്ലേ കിട്ടുക. സൈഡിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ കോസ് വൈ ഇസ് കോൺസ്റ്റന്റ്, പുറത്ത് ഇ റേസ് ടു എക്സിന്റെ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് പ്ലസ് വൈ സെഡ് കോൺസ്റ്റന്റ്, പുറത്ത് ഇന്റഗ്രൽ വരുമ്പോൾ എക്സ് കൂടെ വന്നു, പ്ലസ് ഒരു കോൺസ്റ്റന്റ് വരും. ആ കോൺസ്റ്റന്റിനെ ഞാനിവിടെ ജി ഓഫ് വൈ സെഡ് എന്ന് വിളിക്കാം. അപ്പൊ ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. അവിടെ നമ്മൾ സാധാരണ പ്ലസ് സി എന്ന് എഴുതും. പ്ലസ് സി അത് സിംഗിൾ ഇന്റഗ്രലിന്റെ കേസിലായി. ഇപ്പൊ ഇവിടെ പ്ലസ് സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. നമ്മൾ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം ബാക്കിയുള്ള രണ്ട് വേരിയബിൾസും കോൺസ്റ്റന്റ് ആ, വൈയും കോൺസ്റ്റന്റ് ആ, സെഡും കോൺസ്റ്റന്റ് ആ. വൈയും സെഡും മാത്രമല്ല, വൈന്റെ സെഡിന്റെ ഏത് ഫംഗ്ഷൻ എടുത്താലും ഇവിടെ എന്ത് തന്നെയാണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നിങ്ങൾ നേരെ തിരിച്ച് ചിന്തിച്ചു നോക്കൂ, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് എന്ത് കിട്ടും, ഡോ എഫ് ബൈ ഡോ എക്സ്. പിന്നെ ബാക്കിയുള്ളതിൻ്റെത് ഇ റേസ് ടു എക്സ് കോസ് വൈ പ്ലസ് വൈ സെഡ്. ജി ഓഫ് വൈ സെഡ് എന്താ, അതിന്റെ ഡെറിവേറ്റീവ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് 0 ആയി. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ജി ഓഫ് വൈ സെഡ് വന്നത്. ഇനി ആ ജി ഓഫ് വൈ സെഡ് കാണും. നമുക്കിനി കാണേണ്ടത് ജി ഓഫ് വൈ സെഡ് ആണ്. അതിനാണ് ഇനി ബാക്കിയുള്ള പരിപാടി. അതിന് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പൊ എനിക്ക് ഡോ എഫ് ബൈ ഡോ വൈ കിട്ടും. എന്താ ഡോ എഫ് ബൈ ഡോ വൈ? നമുക്ക് ഓൾറെഡി ഒരു ഡോ എഫ് ബൈ ഡോ വൈ ഉണ്ട്, അതല്ല, ഇവിടുന്ന് ഡോ എഫ് ബൈ ഡോ വൈ കിട്ടും. പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇ റേസ് ടു എക്സ് കോൺസ്റ്റന്റ്, പുറത്ത് കോസ് വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. സോ സെഡ് എക്സ് പ്ലസ് ഡോ ഇ ബൈ ഡോ വൈ വരും. അപ്പൊ ഇതിന്റെ അകത്ത് ഇനി നമുക്ക് വേണ്ട ജി ആണ്. അപ്പൊ അതിന് ഇപ്പൊ ഡോ എഫ് ബൈ ഡോ വൈ രണ്ടെണ്ണമായി. അപ്പൊ ആദ്യം അതായത് 2 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്, ഇപ്പൊ കിട്ടിയതുകൊണ്ട് രണ്ടും കൂടെ കമ്പയർ ചെയ്യാം. 2 ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് അതിലുണ്ട്, മൈനസ് ഇ റേസ് ടു എക്സ് സൈൻ വൈ ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഡോ ജി ബൈ ഡോ വൈ 0 ആണല്ലേ. we get dou g by dou y is equal to 0. dou g by dou y 0 ആയി. നമുക്ക് ആ ജിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എഫ് ആയി. ശരി, പക്ഷെ ഡോ ജി ബൈ ഡോ വൈ 0 ആണെങ്കിൽ അതിൻ്റെ അകത്ത് ജി കിട്ടണമെങ്കിൽ അഗൈൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ, ഇന്റഗ്രേറ്റ് ചെയ്യുക പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ. ഇന്റഗ്രേറ്റിംഗ് പാർഷ്യലി with respect to y, we get എന്താ കിട്ടുക, ഡോ ജി ബൈ ഡോ വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യലി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി കിട്ടി. ജി ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 0 ആണ്. അപ്പൊ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോൺസ്റ്റന്റ് കിട്ടുക. ഇവിടെ എന്താ കോൺസ്റ്റന്റ്, പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ ആ ചെയ്യുന്നത്. ജി ഇസ് എ ഫംഗ്ഷൻ ഓഫ്, ജി നമ്മൾ എടുത്തിരിക്കുന്നത് ഇസ് എ ഫംഗ്ഷൻ ഓഫ് വൈ ആൻഡ് സെഡ് ആണ്. ജി ഇസ് എ ഫംഗ്ഷൻ ഓഫ് വൈ ആൻഡ് സെഡ് ആണ്. അപ്പൊ അവിടെ കോൺസ്റ്റന്റ് നമ്മൾ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരാവുന്ന കോൺസ്റ്റന്റിനെ ഞാൻ വിളിക്കുന്നു എച്ച് ഓഫ് സെഡ്. കാരണം ജിന്റെ അകത്ത് രണ്ട് വേരിയബിൾസ് ആണത്. ഏതൊക്കെയാണുള്ളത്, വൈയും സെഡും ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എനി ഫംഗ്ഷൻ ഓഫ് സെഡ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനി ഫംഗ്ഷൻ ഓഫ് സെഡ് അവിടെ കോൺസ്റ്റന്റ് ആണ്. therefore എഫ് ഇസ് ഈക്വൽ ടു, നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്ന എഫ് ഉണ്ട്, നമുക്ക് കിട്ടിയ എഫ് ഉണ്ട്, അതിൻ്റെ അകത്ത് ജി ഇപ്പൊ കിട്ടി. ഇ റേസ് ടു എക്സ്
cos y plus xyz plus g of yz എന്നായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. നോക്കിയാൽ അറിയാം g of yz. ആ g of yz ഇപ്പോൾ മാറിയിട്ട് h of z ആയി. h of z. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് എന്ത് മാത്രമായി? h എന്താണെന്നുള്ളതാണ് കാണേണ്ടത്. h of z കാണാനാണ് വേണ്ടത്. അപ്പം അതിന് ഞാൻ വീണ്ടും എനിക്ക് ഇക്വേഷൻ നമ്പർ 3 ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇക്വേഷൻ നമ്പർ 3 എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ സെഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു സെഡ് ഞാൻ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. സോ ഡിഫറൻഷിയേറ്റിംഗ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു സെഡ് നമുക്കിവിടെ കിട്ടും ഡോ എഫ് ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് കോസ് വൈ. വിത്ത് റെസ്പെക്ട് ടു സെഡ് പാർഷ്യലി ചെയ്യുമ്പോൾ ഇത് മൊത്തം കോൺസ്റ്റന്റ് ആ 0 ആയി. ബാക്കി വരുന്നത് ആകെ എക്സ് വൈ എന്ന് മാത്രമേ വരുള്ളൂ. പ്ലസ് എച്ചിന്റെ ഡെറിവേറ്റീവ്, എച്ചിന്റെ അകത്ത് ആകെ സെഡേ ഉള്ളൂ. എച്ചിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ എച്ച് ഡാഷ് ഓഫ് സെഡ് എന്ന് വിളിക്കാം. കമ്പയറിംഗ് വിത്ത് ഇക്വേഷൻ നമ്പർ 3 വി ഗെറ്റ് എന്താ കിട്ടുക? അവിടെ ഡോ എഫ് ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് സെഡ് ആണ്. എച്ച് ഡാഷ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് എന്ന് വന്നു. ഇനി നമുക്ക് എച്ച് വേണം, ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു സെഡ്. ഇനി അവിടെ പാർഷ്യലി എന്ന് പറയാനില്ല, കാരണം എച്ച് ഡിപെൻഡ്സ് ഓൺലി ഓൺ സെഡ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എച്ച് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡിന്റെ ഇന്റഗ്രൽ സെഡ് സ്ക്വയർ ബൈ 2 വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ്, പ്ലസ് എ കോൺസ്റ്റന്റ്. Therefore, f is equal to e raised to x cos y plus xyz plus z square by 2 plus c. സ്കെയിലാർ പൊട്ടൻഷ്യൽ കാണുന്ന ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിനേഷന് സാധാരണയായി ചോദിക്കാറുള്ളതാണ്. സോ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത പ്രോബ്ലം നോക്കൂ. ഷോ ദാറ്റ് ദ ഡിഫറൻഷ്യൽ ഫോം അണ്ടർ ദ ഇന്റഗ്രൽ സൈൻ. ഡിഫറൻഷ്യൽ ഫോം എന്ന് ഉദ്ദേശിച്ചത് ഇതാണ്. ദിസ് ഈസ് എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ പ്ലസ് പി ഡി സെഡ്. ഇതാണ് ഫോം. ഇത് ഈ ഡിഫറൻഷ്യൽ ഫോം ഇസ് എക്സാക്ട്. ഇത് എക്സാക്ട് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു എക്സെട്ര എക്സെട്ര. അത് നമ്മൾ ചെക്ക് ചെയ്യും. ഇത് എക്സാക്ട് ആണെങ്കിൽ, ഈ ഡിഫറൻഷ്യൽ ഫോം എക്സാക്ട് ആണെങ്കിൽ ദിസ് ഇന്റഗ്രൽ ഇസ് പാത്ത് ഇൻഡിപെൻഡന്റ്, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് എഫ് ഇസ് കൺസർവേറ്റീവ്, അല്ലെങ്കിൽ there is a function, there is a scalar potential f, അല്ലെങ്കിൽ there is a function f such that small f capital F is equal to del f. ആ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. ആൻഡ് ഇൻ ദാറ്റ് കേസ് ഇന്റഗ്രലിന്റെ വാല്യൂ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ആ സ്മോൾ എഫ് ഓഫ് ബി മൈനസ് സ്മോൾ എഫ് ഓഫ് എ. അപ്പൊ അതിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്, കാരണം ഇവിടെ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഇന്റഗ്രൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, സൊല്യൂഷൻ നോക്കാം. We have dou m by dou y വേണം. What is dou m by dou y? Dou m by dou y is equal to 2xz square. ഇതേപോലെ dou m by dou z നമുക്ക് വേണ്ടി വരും. Dou m by dou z is 4xyz and dou n by dou x വേണം. That is 2xz square. അത്രയേ ഉള്ളൂ. ആൻഡ് ഡോ എൻ ബൈ ഡോ സെഡ് വേണ്ടി വരും. ഡോ എൻ ബൈ ഡോ സെഡ് 2zx സ്ക്വയർ പ്ലസ് z കോസ് വൈ സെഡിന് വിത്ത് റെസ്പെക്ട് ടു z ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ z ഇൻറ്റു മൈനസ് സൈൻ വൈ സെഡ്. yz-ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു z ചെയ്യുമ്പോൾ ഒരു yയും കൂടെ വരും. സോ ഇൻറ്റു y പ്ലസ് കോസ് yz-ഉം കൂടെ വരും. ഇത്രയും വരും. ഇതേപോലെ നമുക്ക് ഡോ പി ബൈ ഡോ എക്സ് വേണം. ഡോ പി ബൈ ഡോ എക്സ് 4xyz വരും. ഡോ പി ബൈ ഡോ y വേണം. ഡോ പി ബൈ ഡോ y is 2x square z
പ്ലസ് വൈ കോസ് വൈ സെഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ വൈ ഇൻറ്റു സൈൻ വൈ സെഡ്, നോ മൈനസ് സൈൻ വൈ സെഡ് ഇൻറ്റു സെഡ് വരും, പ്ലസ് കോസ് വൈ സെഡ്. അപ്പൊ ഇത് ഷോ ദാറ്റ് ആണല്ലോ, അപ്പൊ എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യും. So we get dou m by dou y is equal to dou n by dou x, dou n by dou z is equal to dou p by dou y, and dou m by dou z is equal to dou p by dou x. Therefore, differential form is exact. അതായിരുന്നു പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ഇനി ഈ ക്വസ്റ്റ്യനിൽ ബാക്കിയുള്ളത് ഇവാലുവേഷൻ ഓഫ് ദ ഇൻ്റഗ്രലാണ്. ഇവിടെ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഫോം എക്സാക്റ്റ് ആയതുകൊണ്ട് ക്യാപിറ്റൽ എഫ് കൺസർവേറ്റീവ് ആവും. അപ്പോൾ ഒരു സ്കെയിലാർ പൊട്ടൻഷ്യൽ സ്മോൾ എഫ് കാണാൻ പറ്റും. അപ്പോൾ ഇനി ആ സ്കെയിലാർ പൊട്ടൻഷ്യൽ കണ്ടിട്ട് ലിമിറ്റുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും എം ഐ പ്ലസ് എൻ ജെ പ്ലസ് പി കെ ഇസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് ഇൻറ്റു കെ. കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്ത അതേപോലെ തന്നെ കാര്യങ്ങൾ കിട്ടും. ഡോ എഫ് ബൈ ഡോ എക്സ് is equal to m. m എന്ന് പറഞ്ഞാൽ y z സ്ക്വയർ ആണ്. ഡോ എഫ് ബൈ ഡോ y is equal to n. n എന്നുള്ളത് x സ്ക്വയർ z സ്ക്വയർ പ്ലസ് z cos y z, and ഡോ എഫ് ബൈ ഡോ z is equal to 2x സ്ക്വയർ y z plus y cos y z. So ഇത് 1 2 3 integrating 1 partially with respect to x, നമുക്ക് കിട്ടും f is equal to 2yz square x square by 2 plus a constant. ആ കോൺസ്റ്റന്റ് നമുക്ക് g of yz എന്ന് വിളിക്കാം. 2 കട്ട് ചെയ്യും. that is yz square x square plus g of yz. g is a function of y and z. ഇനി നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു partially with respect to y. അപ്പോൾ നമുക്ക് ഡോ എഫ് ബൈ ഡോ വൈ കിട്ടും. ഡോ എഫ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു z സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ഡോ ജി ബൈ ഡോ വൈ. ഇപ്പോൾ ഡോ എഫ് ബൈ ഡോ വൈ രണ്ടെണ്ണമായി. രണ്ടും കൂടെ കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2 ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. this is 2. ഡോ ജി ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു z കോസ് വൈ സെഡ് എന്ന് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ജി ആണ്. കാരണം ജി ആണെന്ന് പറയാനുള്ള കാരണം നമ്മളൊരു സ്റ്റെപ്പ് ചെയ്തപ്പോൾ എഫ് കിട്ടി. നമുക്ക് കിട്ടിയിരുന്ന എഫ് ഇതാണ്. എഫ് ഇസ് ഈക്വൽ ടു വൈ സെഡ് സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ജി ഓഫ് വൈ സെഡ് ആണ്. ആ ജി തേടിയാണ് നമ്മൾ പോകുന്നത്. സോ integrating partially with respect to y, നമുക്ക് g കിട്ടി. g is equal to z sin yz divided by z plus a constant. integrate ചെയ്യല്ലേ, plus a constant. അതിനെ നമുക്ക് h of z എന്ന് വിളിക്കാം. അപ്പോൾ ഈ z കട്ട് ചെയ്ത് പോയി. So sin yz plus h of z.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഇങ്ങനെ മാറി. എന്തായി ഫംഗ്ഷൻ? ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു വൈ സെഡ് സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ജി കിട്ടിയിരിക്കുന്നത് സൈൻ ഓഫ് വൈ സെഡ് പ്ലസ് എച്ച് ഓഫ് സെഡ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. മൂന്നാമത്തെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ സെഡ് ആണ്. ഓക്കെ, നമ്മുടെ കയ്യിലുള്ളത് സോ എഫ് ഇസ് ഈക്വൽ ടു വൈ സെഡ് സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് സൈൻ വൈ സെഡ് പ്ലസ് എച്ച് ഓഫ് സെഡ്. ഇനി ഡോ എഫ് ബൈ ഡോ സെഡ് വേണം. ഡോ എഫ് ബൈ ഡോ സെഡ് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ എക്സ് സ്ക്വയർ കോൺസ്റ്റന്റ് into z square into 2z plus sin yz ഉണ്ട്. സോ അതിനെ ഇൻ്റഗ്രേറ്റ് അല്ല ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്, തെറ്റിപ്പോരുത്. cos yz into y plus h dash of z. So that is 2zy x square plus y cos yz plus h dash of z. ഇത് നമ്മൾ മൂന്നാമത്തെ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യും. സോ കമ്പയറിങ് വിത്ത് 3 നോക്കട്ടെ. 3 എന്തായിരുന്നു? 2x square yz plus y cos yz ആണ്. 2x square yz plus y cos yz. അപ്പോൾ ആകെ അതിൻ്റെ അകത്ത് ഇല്ലാതിരിക്കുന്ന ഒറ്റ ക്വാണ്ടിറ്റിയുള്ള h dash of z. We get h dash of z is equal to 0. Integrating with respect to z, നമുക്ക് കിട്ടും h of z is equal to constant. So what is f? fi. Therefore f is equal to h of z to constant I y z square x square plus sin yz plus a constant. ഇപ്പോൾ ഇതാണ് എഫ്. നമുക്ക് വേണ്ടത് ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ആയിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് എഴുതാം. ഇഫ് എഫ് ഇസ് സ്കേലാർ പൊട്ടൻഷ്യൽ. ഇപ്പോൾ എഫ് കിട്ടിയിട്ടുണ്ട്. ഏതായിരുന്നു? ബിയും എയും ഗിവൺ പോയിന്റ്സ്. നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് 0, 0, 1 തൊട്ടിട്ട് 1 pi by 4 2 ആണ്. So f of 1 pi by 4 2 minus f of 0, 0, 1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 pi by 4 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തത് പൈ പ്ലസ് 1 പ്ലസ് സി വരും. ആദ്യത്തത് മൈനസ് രണ്ടാമത്തെ വെറും സി എ വരുള്ളൂ. സോ ദാറ്റ് ഇസ് പൈ പ്ലസ് 1. ഇപ്പം ഇതേ കാര്യം വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഇത്രയും ലെങ്തി ആയിട്ട് പോവാതെ വേണമെങ്കിൽ ഈ ഇൻ്റഗ്രലിനെ ഞാനൊന്ന് റീഓർഡർ ചെയ്യുന്നു. 2xy z സ്ക്വയർ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ z സ്ക്വയർ ഡി വൈ പ്ലസ് 2x സ്ക്വയർ y z dz plus z cos yz dy plus y cos yz dz എന്ന് ഞാൻ മാറ്റി എഴുതാണ്. ഇത് എക്സാക്റ്റ് ആണ്. ഇത് എക്സാക്റ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് സം ഫംഗ്ഷൻ. അതിൻ്റെ അർത്ഥം ഇതിനെ എന്തോ ഒന്നിൻ്റെ ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ടി എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു ഡി സെഡ് ആണിത്. അതുപോലെ ഇവിടെ ഡോ ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു ഡി സെഡ് ആണ്. അപ്പോൾ ഏതാണ് ആ ഫംഗ്ഷൻ എന്നുള്ളതാണ്. ഡോ ബൈ ഡോ എക്സ് ഏത് വരണം? 2xy z സ്ക്വയർ വരണമെങ്കിൽ അത് ഏതാണെന്ന് അറിയണമെങ്കിൽ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പോരെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ സെഡ് സ്ക്വയർ കോൺസ്റ്റന്റ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ. നമുക്ക് കിട്ടിയത് വൈ സെഡ് സ്ക്വയർ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഈ ടോട്ടൽ. ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ആണിത്.
പ്ലസ് അതേപോലെ തന്നെ ഇവിടെ ഡോ ബൈ ഡോ വൈ സെഡ് കോസ് വൈ സെഡ് വരണമെങ്കിൽ ഏതാണ് ആ ഫംഗ്ഷൻ അറിയാൻ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു വൈ. സോ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക സെഡ് പുറത്ത് കോസ് വൈ സെഡ് ഇത് സൈൻ വൈ സെഡ് ഡിവൈഡഡ് ബൈ സെഡ്. സെഡ് കട്ട് ചെയ്തു, സൈൻ വൈ സെഡ് ആയി. സോ ദിസ് ഇസ് അഗെയിൻ ഡെറിവേറ്റീവ് ഓഫ് സൈൻ വൈ സെഡ്. ശരി, ഇനി അത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക? വൈ സെഡ് സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് സൈൻ വൈ സെഡ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. ഇതാണ് നമുക്ക് നേരത്തെ കിട്ടിയിരുന്ന എഫ്.